for the completion of the metric space. That is, നമ്മുടെ ഒരു മെട്രിക് സ്പേസ് എക്സ് ഡി ഉണ്ടാവും. ആ എക്സ് ഡി എന്ന് പറയുന്ന മെട്രിക് സ്പേസിനെ നമുക്ക് ഒരു കംപ്ലീറ്റ് മെട്രിക് സ്പേസിൽ എംബഡ് ചെയ്യിക്കാൻ കഴിയും. സ്റ്റേറ്റ്മെന്റ് ഇതായിരുന്നു. There is a complete metric space yd dash. Then there exists a complete metric space. Isometric embedding. Let it be E from x to y, for which E of x is a denser space. That is, E of x closure is equal to y. And also, the space yd dash is unique up to metric equivalence. ഈ yd dash അല്ല മറ്റൊരെണ്ണമില്ല. അതായത് മറ്റൊരു z2 dash ഉണ്ടെങ്കിൽ, ഈ കംപ്ലീറ്റ് മെട്രിക് സ്പേസ് ആയിട്ട് എക്സ് ഡിയെ കണ്ടെയ്ൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ yd dash z2 dash മെട്രിക്കലി ഈക്വലന്റ് ആയിരിക്കും. അപ്പോൾ ഒറ്റ ഒരെണ്ണേ ഉള്ളൂ, അപ് ടു മെട്രിക് ഈക്വലൻസ്. ഇങ്ങനെ എക്സ് ഡിയെ കംപ്ലീറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ എക്സ് ഡിയെ ഒരു കംപ്ലീറ്റ് മെട്രിക് സ്പേസിനകത്ത് നമ്മൾ കാണിക്കുമ്പോൾ ആ ഒരു രീതിയിൽ ഒരൊറ്റ കംപ്ലീറ്റ് മെട്രിക് സ്പേസേ ഉള്ളൂ നമുക്ക് മനസ്സിലാക്കാം. ഇതായിരുന്നു തിയറം. ഇതിനകത്ത് നമ്മൾ പാർട്ട് 1 തെളിയിച്ച കാര്യങ്ങൾ. ഇങ്ങനൊരു y ഫോം ചെയ്തു. ആ y എന്തായിരുന്നു? സി എന്ന് പറയുന്ന ഒരു ഫാമിലി ഓഫ് കോഷി സീക്വൻസസ് എടുത്തുകൊണ്ട് വന്നു. സീക്വൻസ് എക്സ് എൻ, അത് ടിപ്പിക്കൽ സീക്വൻസിനെ നമ്മൾ സീക്വൻസ് എക്സ് എന്ന് ഇങ്ങനെ വിളിച്ചു. വേർ സീക്വൻസ് എക്സ് എൻ ഈസ് എ കോഷി സീക്വൻസ് ഇൻ എക്സ്. കോഷി സീക്വൻസുകളുടെ ക്ലാസ് പ്രത്യേകം ഫോം ചെയ്തു. അവിടെ നമ്മളൊരു റിലേഷൻ ഡിഫൈൻ ചെയ്തു. റിലേഷൻ ഇൻ ബിറ്റ്വീൻ എലമെന്റ്സ് ഇൻ സി defined as this Cauchy sequences is equivalent if or if and only if limit of sequence distance between xn and yn is equal to 0. Then this relation is an equivalence relation. Therefore, here it forms an equivalence classes. And the y is the collection of those equivalence classes. See, by this equivalence relation, notating the equivalence classes, that is, this contains set of all the class of all sequences where sequence x is in C. Okay, Cauchy sequences are x. അപ്പോൾ ഇവിടെ നിന്നുകൊണ്ട് വൈയിൽ ഇങ്ങനെ ക്ലാസ് ഉണ്ടാക്കി ഡി ഡാഷ് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ആ വൈയിൽ ഒരു മെട്രിക് ഡിഫൈൻ ചെയ്യാൻ കഴിഞ്ഞു. ആൻഡ് ഡി ഡാഷ് ഈസ് ഡിഫൈൻഡ് ബൈ ഡി ഡാഷ് ഓഫ് ദ ക്ലാസ്. അതാണല്ലോ വൈയിൽ എലമെന്റ്സ് എന്ന് പറഞ്ഞാൽ ഇക്വലൻസ് ക്ലാസ്സസ് ആണ്. ക്ലാസ് സീക്വൻസ് എക്സ് എൻ, ക്ലാസ് സീക്വൻസ് വൈ എൻ. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ബൈ limit of sequence distance between xn and yn. Then it is well defined because ഈ ക്ലാസ് എക്സ് എന്ന ഒരു എലമെന്റ് നമ്മൾ y കാണുന്നെങ്കിൽ അതിനകത്ത് ഒരുപാട് കോഷി സീക്വൻസസ് ഉണ്ട്. അപ്പോൾ ഇതിനകത്തുള്ള ഒരു കോഷി സീക്വൻസ് പലതുണ്ട്. ഇതിനകത്ത് പല കോഷി സീക്വൻസ് ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് എക്സ് എന്നും വൈ എന്നും നമ്മൾ ഡിസ്റ്റൻസ് നമ്മൾ കണ്ടുള്ളൂ. നേരിട്ട് കണ്ട എക്സ് എൻ വൈ എൻ കോഷി സീക്വൻസ് ഉണ്ട്. അപ്പോൾ ഇവിടെ ഒരു എക്സ് എൻ ഡാഷ്, ഒരു വൈ എൻ ഡാഷ്, വേറെ റെപ്രസെൻറ്റേറ്റീവ്സ് എടുത്താൽ അപ്പോൾ അതിൻ്റെ ലിമിറ്റ് എന്തായിരിക്കും? ലിമിറ്റ് ഓഫ് ഡി ഓഫ് എക്സ് എൻ ഡാഷ് വൈ എൻ ഡാഷ്. അതും ഇതുമെല്ലാം സെയിം ആണെങ്കിൽ ഡി ഡാഷ് ഓഫ് ക്ലാസ് സീക്വൻസ് എക്സ് എൻ, ക്ലാസ് സീക്വൻസ് വൈ എൻ വെൽ ഡിഫൈൻഡ് ആണെന്ന് പറയാൻ കഴിയും. ദാറ്റ് ഈസ് ഇറ്റ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ദ ചോയ്സ് ഓഫ് റെപ്രസെൻറ്റേറ്റീവ്സ് ദാറ്റ് വി ഷോഡ്. Then we proved this d dash is a metric on y. Therefore, y d dash become a metric space. അത് കഴിഞ്ഞ് അതാണ് നമ്മുടെ ഐസോമെട്രിക് എംബഡിങ്ങിന് വേണ്ടിയുള്ള മാപ്പിംഗ് ഡിഫൈൻ ചെയ്തു. ഇ ഫ്രം എക്സ് ടു വൈ ഡിഫൈൻഡ് ബൈ, അത് ഇ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സിൽ ഓരോ എലമെന്റും എടുക്കണമല്ലോ ബൈ ഡെഫിനിഷൻ മാപ്പിംഗ് വരുമ്പോൾ. ഇ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു then അത് വൈയിലാണ് പോകുന്നത്. വൈയിൽ ചെല്ലുമ്പോൾ അവിടെയുള്ളത് എന്താണ്?
ഈ കോഷി സീക്വൻസിന്റെ ഈക്വലൻസ് ക്ലാസ് ആണ്. അപ്പോൾ ഒരു എലമെന്റ് വെച്ച് എങ്ങനെ ഉണ്ടാക്കാം? തീർച്ചയായിട്ടും ഒരു എലമെന്റ്, അപ്പോൾ എക്സ്എന്നുകളെല്ലാം എക്സ് എന്ന് എടുത്താൽ ഒരു കോൺസ്റ്റന്റ് സീക്വൻസ് ആണ്. കോൺസ്റ്റന്റ് സീക്വൻസ് ഈസ് ആൾവേസ് കോഷി. therefore ഒരു കോഷി സീക്വൻസ് എക്സ് ഉണ്ടാകും. അപ്പോൾ അതിന് ഈക്വലന്റ് ആയിട്ട് ക്ലാസ് വൈയിൽ ഉണ്ടാവും. therefore it is defined by this way. U of x is equal to class of sequence x for x belongs to x. നമ്മൾ ഡിഫൈൻ ചെയ്തു. അപ്പോൾ അവിടെ ഇതിന് ഐസോമെട്രി ആണ് തെളിയിക്കാൻ കഴിഞ്ഞു. ദാറ്റ് ഈസ് ഡി ഡാഷ് ഓഫ് ഇ ഓഫ് x1 ഇ ഓഫ് x2 is equal to d of x1 x2 നമുക്ക് തെളിയിക്കാൻ കഴിഞ്ഞു. ആൻഡ് ഓൾസോ തിയറത്തിന്റെ പാർട്ടിൽ നമ്മൾ കണ്ടത് ഇ ഓഫ് എക്സ് ക്ലോഷർ y, ഇതാണ് നമ്മൾ ഫൈനലി പാർട്ട് 1 പ്രൂവ് ചെയ്തത്. അപ്പോൾ എക്സ്ട്രീം മെട്രിക് സ്പേസിൽ നിന്നുകൊണ്ട് y d ഡാഷ് കൊണ്ടുവന്നു, വൈയും ഡി ഡാഷ് മെട്രിക്കും മെട്രിക് സ്പേസ് ആയി ഐസോമെട്രിക് എംബഡിങ് കാണിച്ചു. ഇ ഓഫ് എക്സ് ക്ലോഷർ ഈക്വൽ ടു y. അപ്പോൾ ഇവിടെ ഇനിയും നമുക്ക് രണ്ട് കാര്യങ്ങൾ ഇനി തെളിയിക്കാനുണ്ട്. എന്തൊക്കെയാണ്? ഒന്ന്, y d ഡാഷ് കംപ്ലീറ്റ് ആണ്. ഇറ്റ്സ് എ കംപ്ലീറ്റ് മെട്രിക് സ്പേസ്. ഇറ്റ് ഈസ് കംപ്ലീറ്റ്. ദാറ്റ് ഈസ് എവരി കോഷി സീക്വൻസ് ഇറ്റ് കൺവേർജസ് ഇൻ ഇറ്റ്. ആൻഡ് സെക്കൻഡ്, ഫൈനലി വി വാണ്ട് ടു ഷോ ഈ y d ഡാഷ്, ഇപ്പം ഇവിടെ ഐസോമെട്രിക് എംബഡിങ് വന്നതുകൊണ്ട് x2 y വന്നതുകൊണ്ട് എക്സ് ഡിയുടെ അതേ ഒരു ഇമേജ്, ഒരു മെട്രിക് ഇക്വലന്റ് ആയിട്ടുള്ള ഒരു സാധനം y d ഡാഷ് ഇപ്പൊ കിടപ്പുണ്ട്. അപ്പോൾ എക്സ് ഡി തന്നെ കിടപ്പുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അത് y d ഡാഷ് കംപ്ലീറ്റ് മെട്രിക് സ്പേസ് ആയി, അപ്പൊ കംപ്ലീഷൻ ആയി. പക്ഷെ മറ്റൊരു കംപ്ലീറ്റ് മെട്രിക് സ്പേസ് ഈ പറഞ്ഞ എക്സ് ഡിയെ കണ്ടെയ്ൻ ചെയ്യുന്നത്, മറ്റൊരെണ്ണം വരിക എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും മെട്രിക്കലി അത് ഡിഫറെന്റ് അല്ല. അപ് ടു മെട്രിക് ഇക്വലൻസിൽ അത് ഡിഫറെന്റ് അല്ല. y d ഡാഷും ഇനി അങ്ങനെ z d2 ഡാഷും വന്നാൽ അത് സെയിം ആണ്. ഈ കാര്യം കൂടെ പ്രൂവ് ചെയ്യണം. Then next we show that the completeness of y dash. ഈ y d ഡാഷിലെ കംപ്ലീറ്റ്നെസ് നമ്മൾ രണ്ട് ഭാഗങ്ങളായിട്ടാണ് പ്രൂവ് ചെയ്യുന്നത്. അതായത് ആദ്യം നേരത്തെ കണ്ട ഇ ഓഫ് എക്സിനെ കുറിച്ച് പറഞ്ഞു, വൈയുമായിട്ടുള്ള ബന്ധം. ഇ ഓഫ് എക്സ് ക്ലോഷർ വൈ ആണല്ലോ. ഈ ഡെൻസർ സ്പേസ് ആയ ഇ ഓഫ് എക്സിലെ കോഷി സീക്വൻസ് ആലോചിച്ചു നോക്കാം ആദ്യം. പിന്നെ കുറച്ച് ഭാഗമേ ഉള്ളൂ വൈ. ഇ ഓഫ് എക്സ് ക്ലോഷർ ഈസ് വൈ, ബൗണ്ടറിയോട് ചേർന്ന് വൈ ആയി. ഫസ്റ്റ്, നോട്ട് ദാറ്റ് ഈച്ച് കോഷി സീക്വൻസ് ഇൻ ദ ഡെൻസർ സ്പേസ് ഇ ഓഫ് എക്സ് ഓഫ് വൈ കൺവേർജസ്. അതിനുവേണ്ടി consider a Cauchy sequence in E of x. To see this, let the class Cauchy sequences in E of x ആണ്. E of x എന്ന് പറയുമ്പോൾ വൈയുടെ സബ്സ്പേസ് ആണ്. അപ്പോൾ അവിടെയുള്ള എലമെന്റ്സിന്റെ ഫോം മനസ്സിലാക്കണം. അത് ഇക്വലൻസ് ക്ലാസസ് ആണ്. ഇ ഓഫ് എക്സിലെ ആണെന്നൂടെ മനസ്സിലാക്കുക. ക്ലാസ് സീക്വൻസ് സെറ്റ് കെ ഉള്ളൊരു കെ കൊടുത്തിട്ടുണ്ട്. സെറ്റ് കെ അതിങ്ങനെ വേരിയിപ്പിക്കാം. കെ ഈസ് ഈക്വൽ ടു 1 to infinity. ഉള്ളി വേരിയിപ്പിച്ചതിന് കാരണം ഇ ഓഫ് എക്സിലെ എലമെന്റ്സ് എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ് സീക്വൻസ് ആണ്, ക്ലോക്സ് ആണ്. കോഷിയായിട്ട് ക്ലാസ് ഓഫ് സീക്വൻസ് എക്സ് ആണ് നമ്മൾ കണ്ടു. ഇ ഓഫ് എക്സ് ഡിഫൈൻ ചെയ്തതാണ്. ഇ ഓഫ് എക്സ് റേഞ്ച് സെറ്റ് ഒന്ന് നോക്കുക. അപ്പൊ അത് തിരിച്ചറിയാൻ വേണ്ടിയാണ് മുകളിൽ കെ കൊടുത്തത്. This be a Cauchy sequence in E of x. ഓരോ ടൈം അറിയാൻ വേണ്ടിയാണ് E of x. Z1, Z power 1, Z2, etc. Where each sequence, ഇതിനകത്തുള്ള സീക്വൻസ് ZK, ഇതാണ് ഒരു സീക്വൻസ് വരുന്നത്. ZK has constant value. E of x ന്റെ ഡെഫിനിഷൻ നോക്കുക. A point in x for k is equal to 1, 2, 3, etc. Constant value is at k. As constant value is at k, point in x. That is, this class sequence is at k elements എങ്ങനെയായിരിക്കും എന്ന് ആലോചിക്കുക. Cauchy sequences ആണ്. അപ്പോൾ അതിനകത്ത് ഓരോ എലമെന്റ്സ് എന്ന് പറയുന്നത് ക്ലാസ് സീക്വൻസ് Z1. Let it be some y1. That is, it is class of the sequence Z1. Class വേണമെന്നില്ല. ഈ സീക്വൻസ് Z1 എന്താ?
That is a constant sequence. Z1, 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 etc. And Y2, the third element, class of sequence Z2. Sequence Z2 is Z2, 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 etc. ഇങ്ങനെയുള്ള സീക്വൻസ് ആണ് ഇവിടെ വന്നിരിക്കുന്നത് മനസ്സിലാക്കുക. ഓക്കെ, ദെൻ ഇതിനകത്തെ എലമെന്റ്സ് മാത്രം ഇങ്ങനെ കളക്ട് ചെയ്താൽ സീക്വൻസ് ZK is equal to 1 to infinity. അതായത് ഇവിടുന്ന് Z1, Z2, etc. ഇങ്ങനെ കളക്ട് ചെയ്യാം. ദാറ്റ് ഈസ് സീക്വൻസ് Z1, Z2, etc. ഇങ്ങനെ കളക്ട് ചെയ്താൽ ഈസ് എ കോഷി സീക്വൻസ്. അത് പ്രൂവ് ചെയ്യാം. ഫോർ സിൻസ് എന്നിരിക്കുന്നതനുസരിച്ച് ഈ ക്ലാസ് ZK ഒരു കോഷി സീക്വൻസ് ആണല്ലോ. ദാറ്റ് ഈസ് K is equal to 1 to infinity. It's a Cauchy sequence. E of x over y. Therefore, as nm tends to infinity, d dash of class of sequence Zn, class of sequence Zm tends to 0. Since d dash of class of sequence Zn, by definition, it is by the definition of d dash, it is limit d of Zn Zm. Okay. Then as nm tends to infinity, what happened to d of Zn Zm? D dash of Zn Zm is equal to limit d of Zn Zm, and d dash of Zn class Zn tends to 0. Therefore, this limit is 0. That is d of Zn Zm tends to 0 as nm tends to infinity. Therefore, sequence Zn, this sequence Zk is a Cauchy sequence. Okay. അപ്പോൾ ഇതൊരു കോഷി സീക്വൻസ് ആവും. അവിടെ തീർച്ചയായിട്ടും ഒരു മെമ്പർ അതുവഴി കിട്ടും. ദാറ്റ് ഈസ് നൗ ക്ലാസ് ZK ഈസ് എ കോഷി സീക്വൻസ് ഇൻ എക്സ്. കോഷി സീക്വൻസ് എക്സിൽ വന്നു കഴിഞ്ഞാൽ ഉടനെ നമുക്ക് വൈയിലേക്ക് ഒരു എലമെന്റ് കൊണ്ടുപോകും, അത് സിയിലേക്ക് ഒരു എലമെന്റ് കൊണ്ടുവന്നിട്ട് അതിൽ നിന്നുകൊണ്ട് ക്ലാസ്സിലേക്ക് പോകാം. സിയിലേക്ക് എലമെന്റ്സ് എങ്ങനെ കൊണ്ടുവരുന്നത്? സീക്വൻസ് എക്സൻ കൊണ്ടുവന്നു കഴിഞ്ഞാൽ സീക്വൻസ് എക്സൻ ഒരു കോഷി സീക്വൻസ് ആണെങ്കിൽ കോഷി സീക്വൻസ് ഇൻ എക്സ്, ദെൻ സിയിലേക്ക് അത് ഇങ്ങനെ ടിപ്പിക്കൽ ക്ലാസ്സിൽ പോയി, എന്നിട്ട് ക്ലാസ് സീക്വൻസ് എക്സൻ അത് വൈയിൽ വരും. ദാറ്റ് ഈസ് സി ബൈ ഈക്വലൻസ് ക്ലാസ്, സീക്വൻസ് ക്ലാസ്. സിൻസ് ദിസ് ZK is a Cauchy sequence in X, this determines a member of Y. So this sequence is a Cauchy sequence in X. അപ്പോൾ തീർച്ചയായിട്ടും ഇതുപോലൊരു മെമ്പർ ഉണ്ടാവും. ആ മെമ്പർ എന്താ നമ്മൾ എഴുതിയില്ല. ഡിറ്റർമിൻസ് എ മെമ്പർ ഓഫ് Y. ഈ മെമ്പറിലേക്കാണ് നമ്മുടെ ഗിവൺ Cauchy സീക്വൻസ് ക്ലാസ് സീക്വൻസ് ZK in E of X കൺവേർട്ട് ചെയ്യുന്നത്. ഇത് Cauchy സീക്വൻസ് നമ്മൾ എടുത്തതാണല്ലോ. ഇത് കൺവേർട്ട് ചെയ്യുന്നതാണ് നമുക്ക് കാണിക്കേണ്ടത്. ഇത് കൺവേർട്ട് ചെയ്യാൻ പറ്റിയ സീക്വൻസ് ഇതായിരിക്കും. കാരണം E of Xലാണ്. E of Xലെ ഒരു എലമെന്റിലേക്ക് അത് കൺവേർട്ട് ചെയ്യും, അല്ലെങ്കിൽ വൈയിലെ എലമെന്റ് E of X എലമെന്റിലേക്ക് വേണ്ട വൈയിലെ ഒരു എലമെന്റിലേക്ക് അത് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ ആ കൺവേർട്ട് ചെയ്യാൻ പറ്റിയ എലമെന്റ് ആണ് നമ്മൾ ഈ ഫോം ചെയ്തുകൊണ്ട് വന്നത് വൈയിൽ. അതുവഴി തന്നെ therefore it is a member of Y to which the given Cauchy sequence class sequence ZK നമ്മൾ നേരത്തെ എഴുതിയ സീക്വൻസ് ആണ് കൺവേർട്ട് ചെയ്യേണ്ടുന്നത്. K is equal to 1 to infinity in E of X converges. നമുക്കിവിടെ തെളിയിക്കേണ്ടുന്ന ഒരു കാര്യത്താണ്. നമ്മുടെ കയ്യിൽ ഡി ഡാഷ് E of Xലാണ്. അപ്പോൾ then metric is d dash of ഈ ക്ലാസ് ZK as K tends to infinity.
then it is k tends to infinity. ഇതുവഴി ഉണ്ടാകുന്ന ഒരു ക്ലാസ്സിനെ കുറിച്ച് നമ്മൾ പറഞ്ഞത് കോഷി സീക്വൻസ്. പക്ഷെ ഇവിടെ ഇതിന്റെ റെപ്രസെന്റേഷനും ആ റെപ്രസെന്റേഷനുമായിട്ട് പ്രശ്നം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ക്ലാസ് സെറ്റ് കെ എന്ന് കൊടുക്കാം. വൈയിലാണത് ഫോം ചെയ്യുന്നത്. പ്രത്യേക രീതിയിൽ കൊടുക്കാം. സഫിക്സിൽ വേണ്ട, പവർ തന്നെ കൊടുക്കും. We want to show that this tends to 0. That is how. Now d dash of class of the sequence, നമ്മുടെ കോഷി സീക്വൻസ് വൈയിൽ എടുത്തത് സെറ്റ് കെ with the new formed Cauchy sequence. That is, sequence set K is a Cauchy sequence in X. It determines a member of Y to which the given Cauchy sequence in E of X converges. ആ ഒരു സാധനം അത് നമുക്ക് വേണമെങ്കിൽ ഒരു നൊട്ടേഷൻ ഒന്ന് മാറ്റിയിട്ട് ക്ലാസ് ആണത് സീക്വൻസ് സെറ്റ് കെ ഇങ്ങനെ തന്നെ കൊടുക്കാം. ഇതാണ് നമുക്ക് കിട്ടിയത്. ഓക്കെ, ഇതുമായിട്ടുള്ള ഡിസ്റ്റൻസ് കണക്കാക്കിയാൽ നമുക്കറിയാം സീക്വൻസ് എക്സ് എൻ, സാധാരണ സീക്വൻസ് എക്സ് എൻ ഈസ് എ കോഷി സീക്വൻസ് ഇൻ എക്സ്, അല്ലെങ്കിൽ സീക്വൻസ് എക്സ് എൻ ഈസ് എ സീക്വൻസ് ഇൻ എക്സ്, സീക്വൻസ് ഇൻ എക്സ് ആൻഡ് എക്സ് എൻ കൺവേർജസ് ടു എക്സ് എന്ന് മനസ്സിലാക്കുമ്പോൾ എക്സ് എൻ എക്സ് 1 x2 എക്സെട്ര എലമെന്റ്സ് ഉണ്ട്. ദെൻ വാട്ട് ഈസ് ഡി ഓഫ് എക്സ് എൻ എക്സ് ടെൻസ് ടു 0 എന്ന് നമ്മൾ പറയും. അപ്പൊ അതുപോലെ ഇവിടെ പറയുമ്പോൾ ഇത് സീക്വൻസ് സെറ്റ് കെ ഈസ് എ കോഷി സീക്വൻസ് എന്ന് പറയുമ്പോൾ അവിടെ അതിനുള്ള എലമെന്റ്സ് ഉണ്ട്. ബട്ട് ഇവിടെ ലിമിറ്റ് എടുക്കുമ്പോൾ അതിനകത്ത് എലമെന്റ്സ് ആണ് എടുക്കുന്നത് സീക്വൻസ് സെറ്റ് കെ. ദെൻ അതിനകത്ത് എലമെന്റ്സ് സീക്വൻസ് സെറ്റ് കെയിലെ സീക്വൻസ് സെറ്റ് കെ ആണ് അവിടുത്തെ എലമെന്റ്സ്, സീക്വൻസ് സെറ്റ് കെ. അപ്പോൾ ദാറ്റ് ഈസ് വാട്ട് അബൌട്ട് ലിമിറ്റ് ഓഫ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സെറ്റ് കെ ആൻഡ് സെറ്റ് കെ. ഓക്കെ, and as the k tends to infinity, this zk tends to this become same zk, therefore this is equal to 0. Limit of d of zk is equal to 0. That is here നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഇങ്ങനെ നോട്ടേറ്റ് ചെയ്യാം. ഈ ക്ലാസ് സീക്വൻസ് zk ഇങ്ങനെ നോട്ടേറ്റ് ചെയ്തു, ക്ലാസ് സീക്വൻസ് എക്സ് ആൻഡ് കെ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇവിടുത്തെ സീക്വൻസ് എന്ന് പറയുമ്പോൾ കെ ആണ് വരി ചെയ്യുന്നത് എക്സ് എൻ 1, ദാറ്റ് ഈസ് x11, x21, x31, etc. രണ്ടാമത്തെ ടൈം എക്സ് എൻ 2, ദാറ്റ് ഈസ് x12, x22, etc. This converges to actually the class സീക്വൻസ്. ഇതിനകത്ത് ടേംസ് വരുന്നെടുത്തിട്ട് z1, z2, etc. എന്നൊരു സീക്വൻസ് ഫോം ചെയ്തിരുന്നു. ആ കോഷി സീക്വൻസിലേക്കാണ് ആ കോഷി സീക്വൻസ് വന്നിട്ട് ഈ ഒരു പർട്ടിക്കുലർ കോഷി സീക്വൻസ് അവിടെ നമുക്ക് വൈയില് ക്ലാസ് സീക്വൻസ് സെറ്റ് കെ ഫോം ചെയ്തു ഇതിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതായിട്ട് മനസ്സിലാക്കാം. ഇവിടെ നമ്മളിപ്പോൾ പറഞ്ഞത് ഇ ഓഫ് എക്സിലെ ഒരു കോഷി സീക്വൻസ് അത് വൈയിൽ കൺവേർട്ട് ചെയ്യുന്നുണ്ട്. വൈയിലെ ഒരു എലമെന്റ് ഫോം ചെയ്ത് നമുക്ക് അതിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത് കാണിക്കാൻ പറ്റും. ഇനി ജനറലി വൈയില് നമുക്ക് വൈയുടെ കംപ്ലീറ്റ്നെസ് ആണ് വേണ്ടി വൈയിലെ കോഷി സീക്വൻസ് കളക്ട് ചെയ്യാം. ഒരു കോഷി സീക്വൻസ് ആർബിട്രറി എടുക്കുന്നു, ഈ പറഞ്ഞതുപോലെ ഈ നൊട്ടേഷൻ ഉപയോഗിച്ചെടുക്കാം. ലെറ്റ് ക്ലാസ് ഓഫ് സീക്വൻസ് എക്സ് ആൻഡ് കെ ബി എ കോഷി സീക്വൻസ് ഇൻ വൈ. അപ്പോ ഇവിടെ ഇ ഓഫ് എക്സുമായി ബന്ധപ്പെടുത്താം, കാരണം ഇ ഓഫ് എക്സ് ക്ലോഷർ വൈ ആണ് എന്ന് ഒരു പാർട്ടിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോഴങ്ങനെ വരുമ്പോൾ ഈ സീക്വൻസ്, ഈ ക്ലാസ് സീക്വൻസ് എക്സ് എൻ കെ belongs to E of X closure because it is in Y, it belongs to E of X closure. പിന്നെ നമ്മൾ നേരത്തെ ആർഗ്യൂ ചെയ്തിട്ടുള്ളതുപോലെ ക്ലോഷറിൽ വരുമ്പോൾ എവരി നൈബർഹുഡ് ഓഫ് ദിസ് ഇന്റർസെക്ട്സ് വിത്ത് ഇതിന്റെ ഏത് നൈബർഹുഡ് എടുത്താലും അത് E of X മായി ഇന്റർസെക്ട് ചെയ്യും. For each case equal to 1, 2, etc. Closure definition അനുസരിച്ച്. ഓക്കെ, അപ്പോഴ് അവിടെ ഒരു പോസിറ്റീവ് ഇൻറ്റിജർ k exists such that there exists a member from E of X
that member belongs to the neighborhood of this class sequence x and k and e of x. Okay, this intersects with open bar centered at sequence x and k and e of x. Therefore, for this ഓരോന്നുണ്ട് ഇപ്പോൾ ഈ ക്ലാസ് സീക്വൻസ് എക്സ് എൻ വൺ ഇന്റർസെക്ട്സ് നൈബർഹുഡ് ഓഫ് ക്ലാസ് സീക്വൻസ് എക്സ് എൻ വൺ ഇന്റർസെക്ട്സ് വിത്ത് ഇ ഓഫ് എക്സ് ക്ലാസ് സീക്വൻസ് എക്സ് എൻ ടു ഇന്റർസെക്ട്സ് വിത്ത് ഇ ഓഫ് എക്സ്. അപ്പോൾ കറസ്പോണ്ടിങ് ടു ഈച്ച് കെ you can consider a class sequence zk in e of x. ഇത് മുന്നിലത്തെ സീക്വൻസ് zk എന്ന് വേണ്ട ഒരു എലമെന്റ് നമുക്ക് ആ കെ കറസ്പോണ്ടിങ് ആയിട്ട് എടുക്കുന്നേ ഉള്ളൂ. e of x such that d dash of class of sequence x and k class sequence zk is less than 1 by k. That is, it is a 1 by k neighborhood of class sequence x and k. And class sequence zk is in the 1 by k neighborhood and e of x. It is any neighborhood of class sequence x and k intersects with e of x. That means അപ്പം ഇതിനകത്ത് e of x ലുള്ള ഈ നൈബർഹുഡിലുള്ള ഒരു എലമെന്റ് നമുക്ക് ഇങ്ങനെ കൺസിഡർ ചെയ്യാൻ പറ്റും. This implies d dash of class of sequence x and k class of sequence zk tends to 0 as n tends to infinity. Okay, as k tends to infinity. That means this sequence zk is a Cauchy sequence. Class sequence is കാരണം അതിനകത്ത് ടേംസ് എന്നിട്ട് വളരെ ക്ലോസ് ആയിട്ട് വരുന്നു. This class zk is a Cauchy sequence. K vary ചെയ്യുന്നുണ്ട്. And this k is not in suffix. K is power. K is equal to 1 to infinity is a Cauchy sequence. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞനുസരിച്ച് ഇത് എവിടുത്തെ Cauchy sequence? It is an element in e of x. e of x ഒരു Cauchy sequence ആണ്. അപ്പോൾ നമ്മൾ മുമ്പ് പറഞ്ഞത് e of x Cauchy sequence എന്ത് സംഭവിക്കും? അത് കൺവേർജ് ചെയ്യും. തുടങ്ങിയത്. അപ്പോൾ ഇവിടെ ഈ ക്ലാസ് ഓഫ് സീക്വൻസ് zk എന്ന് പറയുന്ന Cauchy sequence by the above argument it converges to some member of y, and therefore ഈ class of sequence x and k with the distance with the class of sequence zk is very small, k tends to infinity, വളരെ സ്മാൾ ആയിട്ട് വന്നു. ആൻഡ് ഇതിനകത്ത് ക്ലാസ് സീക്വൻസ് zk കൺവേർജ് ചെയ്യുന്നുണ്ട്. therefore clearly class of sequence x and k converges in y. Okay, this any Cauchy sequence in y, Cauchy sequence in y converges in y, therefore y is a complete metric space. Y d dash is complete. ഓക്കെ, അപ്പം നമുക്ക് അടുത്ത y d dash കംപ്ലീറ്റ് ആണ്. ഇനി ഒറ്റ കാര്യം ഷോ ചെയ്യാനുള്ളൂ. ഈ എക്സ് ഡി എ കണ്ടെയ്ൻ ചെയ്യുന്ന y d dash കംപ്ലീറ്റ് ആയി വന്നത് എംബഡ് ചെയ്ത് വന്നു. എക്സ് ഡി എംബഡ് ചെയ്തിരിക്കുകയാണ് y d dash. ഇനിയും മറ്റൊരു കംപ്ലീറ്റ് മെട്രിക് സ്പേസ് എക്സ് ഡി എ കണ്ടെയ്ൻ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു. ഇത് തമ്മിൽ വ്യത്യാസമില്ല as metric equivalence. It remains to show that y d dash is unique up to metric equivalence. For consider another metric space which is complete and containing xd, or there exists a isometric embedding from xd to that space. Let it be zd2 dash. F from xd to zd2 dash be an isometric embedding. And the conditional കൂടിയാണ്.
u of x closure is y, that is f of x closure is equal to z. അപ്പോൾ ഈ കണ്ടീഷൻസോട് കൂടി ഇങ്ങനെ ഒരു complete metric space ഉണ്ടായാൽ, but that is unique up to metric equivalence. We shall show that yd dash is metrically equivalent to zd2 dash. For that, define a mapping f from u of x to f of x. These are the images. What is E? E from E is an isometric embedding from xd to yd dash, and now f is isometric embedding from xd to zd2 dash. Okay. Then f is from u of x to f of x. That is, here we have a metric space xd and yd dash zd2 dash. These are these are three metric spaces. We have a mapping E from xd to yd dash, f from xd2 to zd2 dash, and here f from u of x to f of x, and here it is ഇവിടെ നമുക്കൊരു സബ്സ്പേസ് ഉണ്ടാവും, ക്ലോഷർ y ആണ്, it is u of x. Similarly ഇവിടെ f of x ക്ലോഷർ z ആവുന്ന രീതിയിൽ ഒരു f of x ഉണ്ടാവും, and this is the mapping u of x to f of x. u of x in f of x ലേക്ക് capital F. Okay, and define f from u of x to f of x by f of an element in u of x, u of small x. That is equal to actually of u of x വന്നു, another element എടുത്താൽ u of x, that is f in the image, small f in the image ലേക്ക് പോകും, that is f of x. ഇവിടെ x u of x പോയെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ f of x വരുന്നുണ്ട്, corresponding to this x, and f of u of x is equal to f of x for x belongs to x. Then this f is an isometry. Actually we want an isometry between yd dash and zd2 dash. അവിടെയും നമ്മൾ ആദ്യം ചെയ്യുന്നത് അതിന്റെ സബ്സ്പേസിൽ നിന്നുകൊണ്ടാണ്, u of x and f of x. നമുക്ക് ഈ yd ഡാഷിൽ നിന്നും zd2 ഡാഷിലേക്കാണ് ഐസോമെട്രി വേണ്ടത്. അവന്റെ സബ്സ്പേസിൽ നിന്നുകൊണ്ട് ആദ്യം ഐസോമെട്രി പറയാം, അത് ഉപയോഗിച്ച് ഹോളായിട്ട് പറയാം. Then f is an isometry. That is how അതിന് ഈ ഇമേജുകൾ നോക്കുക, എന്താണ് ഇവിടുത്തെ, ഇത് d2 ഡാഷ് ആണ്, ഇത് d ഡാഷ് ആണ്. ഫോർ d2 ഡാഷ് തുടങ്ങും, d2 ഡാഷ് ഓഫ് f of image of u of x, that is f of u of x1, f of u of x2. Okay, we want to show that അത് ഇവിടെ വന്നിട്ട് from corresponding image ഇതിപ്പോ എവിടെയാണ് f of u of x1, f of u of x2 എന്ന് പറയുന്നത് ഇവിടെ ഈ z-നകത്ത്, അല്ലെങ്കിൽ z-നകത്ത് കണ്ട f of x ലാണ്. ഓക്കെ, f of image. അപ്പോൾ ഇവിടെ നമുക്കതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എലമെന്റ് ഡിസ്റ്റൻസ് പ്രിസർവ് ചെയ്യണം, ദാറ്റ് ഈസ് u of x1 u of x2 ആണ് ഡൊമൈനിൽ എലമെന്റ് എഫിന്റെ. Then what about d dash of u of x1 u of x2? അവ തമ്മിൽ സെയിം ആണ്. And this d2 dash of f of u of x1 is by definition it is f of x1, and f of u of x2 is f of x2. What is d2 dash of f of x1 f of x2? What about f? F is an isometric embedding from xd to zd2 dash. f of u of x1 u of x2 നമ്മൾ എടുക്കുമ്പോൾ x1 x2 എടുത്തെയാണ്, x1 ഉം x2 ഉം x-ലെയാണ്. f from xd to zd2 dash ഐസോമെട്രിക് എംബഡിങ് ഉണ്ട്, അല്ലെങ്കിൽ ഐസോമെട്രി സ്മാൾ എഫ് ആയതുകൊണ്ട് അവിടെ തീർച്ചയായും ഡിസ്റ്റൻസ് പ്രിസർവ് ചെയ്യും. അതായത് d2 dash of any element f of x1 f of x2 is d of x1 x2 എന്ന് പറയാം. Therefore it is equal to d of x1 x2, that is since f is an isometric embedding
from x to z is an isometric embedding. An isometry. Okay. Then d of x1 x2 ഇത് തമ്മിൽ ആലോചിച്ച് നോക്കിയാൽ ഇനി എക്സ് ഡിയും വൈ ഡി ഡാഷ് ഈ വഴി ഐസോമെട്രിക് എംബഡിങ് ഉണ്ട്. ഈ ഒരു ഐസോമെട്രിയാണ്. അപ്പോൾ d of x1 x2 is equal to d dash of e of x1 e of x2 എന്ന് പറയാം. ഡിസ്റ്റൻസ് പ്രിസർവ് ചെയ്യുന്ന രണ്ട് മാപ്പിംഗ് ആണ് ഉള്ളത്, സ്മാൾ ഇയും സ്മാൾ എഫും. ക്യാപിറ്റൽ എഫിന്റെ കാര്യത്തിലാണ് നമ്മളോട് ചോദിച്ചത്. അപ്പോൾ ഈ സ്മാൾ ഇ സ്മാൾ എഫിന്റെ ഡിസ്റ്റൻസ് പ്രിസർവിംഗ് ഉപയോഗിച്ച് നമുക്ക് d2 dash of f of e of x1 f of e of x2 is equal to d dash of e of x1 e of x2 എന്ന് പറഞ്ഞു. ലാസ്റ്റിലത്തെ പറയാൻ കാര്യം ഈ പറഞ്ഞ പോലെ e from x to y is an isometric embedding. Isometry okay. Clearly ഈ എഫ് ഓൺ ടു ആണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കാരണം ഇനി ഇ ഓഫ് എക്സ് വൺ ഇ ഓഫ് എക്സ് ടു അല്ലെങ്കിൽ ഫോർ എനി ഇ ഓഫ് എക്സ് എഫ് ഓഫ് ഇ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ്. അപ്പോൾ കറസ്പോണ്ടിങ് ടു എക്സ് ബിലോങ്സ് ടു എക്സ് ഇ ഓഫ് എക്സ് എലമെന്റ് ഉണ്ടാവും. ആ ഇ ഓഫ് എക്സ് എന്ന് പറയുമ്പോൾ ആ എഫ് ഓഫ് എക്സുമായിട്ട് കൃത്യമായ റിലേഷൻ ആണ് ഉള്ളത്. ദിസ് ക്ലിയർ എഫ് ഈസ് ഓൺ ടു. Therefore this f is an isometric embedding. അപ്പോൾ ഇ ഓഫ് എക്സ് എഫ് ഓഫ് എക്സ് തമ്മിൽ ഐസോമെട്രി കിട്ടി. ഓക്കെ, ഇ ഓഫ് എക്സും എഫ് ഓഫ് എക്സും തമ്മിൽ ഐസോമെട്രി കിട്ടി. അതിനകത്ത് സബ്സ്പേസിൽ കിട്ടി. വാട്ട് അബൌട്ട് വൈ ആൻഡ് ഇസഡ്? ഇതിന് വെളിയിലുള്ള എലമെന്റ്സ് ഇവിടെ ഒരു വൈ, ഇ ഓഫ് എക്സിനും എഫ് ഓഫ് എക്സിനും വെളിയിലുള്ള എലമെന്റ്സ്. ഇവിടുത്തെ രണ്ട് എലമെന്റ്സ് എടുത്താൽ ഇവിടുത്തെ കറസ്പോണ്ടിങ് ക്യാപിറ്റൽ എഫ് ഇമേജ് ഡിസ്റ്റൻസ് പ്രിസർവ് ചെയ്യുന്നുണ്ടോ? ഓക്കെ, അപ്പോൾ ഈ ഫംഗ്ഷൻ തന്നെ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് പോവാം. പുതിയൊരു ഐസോമെട്രിയിലേക്ക് പോകുന്നു. അത് എഫ് ക്യാപ് ഫ്രം വൈ ടു ഇസഡ്. അതിനകത്ത് ഇ ഓഫ് എക്സ് എഫ് ഓഫ് എക്സിലെ കാര്യം നമ്മുടെ ഉണ്ടെന്നാണ് നമ്മൾ പറഞ്ഞത്. എക്സ് സോറി ഇവിടെ വൈ ടു ഇസഡ് നമ്മൾ നേരത്തെ വരച്ചെടുക്കാം. വൈ ടു ഇസഡ് ഇതിനിടയ്ക്കുള്ള മാപ്പാണ് നമ്മുടെ ക്യാപിറ്റൽ എഫ്. എവിടെയായിരുന്നു അത്? ഇതിനിടയ്ക്ക് തന്നെ ഫുള്ളില്ലേ, ഇത് ഇ ഓഫ് എക്സ് അല്ല, ഇ ഓഫ് എക്സ് ടു എഫ് ഓഫ് എക്സ് അകത്തേക്കാണ് എഫ് ഓഫ് എക്സ്. വാട്ട് അബൌട്ട് പോയിന്റ്സ് outside of y and z? We have kept from y to z ഇങ്ങനെ ഡിഫൈൻ ചെയ്ത് പോവുക. That is for x belongs to x, f cap of e of x is equal to f of e of x. ഞാൻ ഡിഫൈൻ ചെയ്തത് ഇ ഓഫ് എക്സ് അവിടെ എഫ് ക്യാപ് ഓഫ് ന്യൂ മാപ്പിംഗ് വന്നു വൈ ടു ഹോൾ ആയിട്ട് വൈ ടു ഇസഡ് ന്യൂ മാപ്പിംഗ് ദറ്റ് ഈസ് എഫ് ക്യാപ് and defined f cap of e of x is equal to f of e of x. അത് e of x elements and അപ്പം e of x അല്ലാത്ത വെളിയിലെ എലമെന്റ്സിന് അതെങ്ങനെ ഡിഫൈൻ ചെയ്യും? At y belongs to y difference e of x. അതെങ്ങനെ ഡിഫൈൻ ചെയ്യണം? ഈ എഫ് ക്യാപ്പ് എന്ന് ആലോചിക്കാം. അപ്പോൾ അത് ഇ ഓഫ് എക്സ് വൈയുമായി ബന്ധമുണ്ടല്ലോ. ഇ ഓഫ് എക്സ് ക്ലോഷർ വൈ ആണ്. സിൻസ് ഇ ഓഫ് എക്സ് ക്ലോഷർ ഇസ് ഈക്വൽ ടു വൈ, നമ്മൾ ഇങ്ങനെ ഒരു വൈ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ വെളിയിൽ നിന്ന് എടുത്താൽ പോലും there exists a sequence from e of x. Let it be sequence yn. Members of e of x which converges to y. കോഷനുമായിട്ടുള്ള ഇങ്ങനെയുള്ള ബന്ധം നമുക്കറിയാം. Then e of x sequence y in e of x ലെയാണ്.
U of X capital F എന്ന് പറയുന്ന ഐസോമെട്രിയാണ്, ഡിസ്റ്റൻസ് പ്രിസർവിംഗ് ആണ് പറഞ്ഞു കഴിഞ്ഞു. U of X to F of X. Therefore E of X എന്നുകൊണ്ട് F of I ന്റെ കാര്യം പറയുമ്പോൾ തീർച്ചയായിട്ടും ഇതിന്റെ കറസ്പോണ്ടിങ് ഇമേജ് സീക്വൻസ് F of yn, that is in yn is in E of X, then capital F of E of yn is in actually in a small f of X, it is in Z. Sequence yn, F of yn is a Cauchy sequence in Z. Cauchy sequence distance preserving ആകുമ്പോൾ Cauchy sequenceലേക്ക് preserve ചെയ്ത് പോകുന്നതായിട്ട് കാണാം. എങ്കിൽ ഇത്രയേ ഉള്ളൂ കാര്യം. For d2 dash of, what about F of I and F of Im as nm tends to infinity? D2 dash of F of I and F of Im is, since F is an isometry, it is d dash of y and y. F is an isometry from y to z, and then U of X to F of X. Okay. D dash of y and y. And sequence yn is a Cauchy sequence in E of X. Therefore, this tends to 0 as n tends to infinity. As nm tends to infinity. Okay. Therefore, sequence F of yn is a Cauchy sequence. അതിനകത്ത് പിന്നെ ആലോചിക്കുന്നത് Z complete ആണ്. Sequence F of yn is a Cauchy sequence in Z, and Z is complete by d dash Z d2 dash complete ആണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ സീക്വൻസ് F of I ന് ഒരു ലിമിറ്റ് ഉണ്ടാവും. ആ ലിമിറ്റിലേക്ക് ഈ y യെ നമുക്ക് ഡിഫൈൻ ചെയ്യാം ക്യാപ്പ് വഴി. അപ്പോൾ നമുക്ക് ചോദ്യം ഇതായിരുന്നു, y belongs to y difference E of X, then what is f cap of y? അപ്പോൾ f cap of y ഇങ്ങനെ ഡിഫൈൻ ചെയ്യാം. ലിമിറ്റ് n tends to infinity f of y, ഈ ഒരു ഇതിന്റെ ലിമിറ്റിലേക്ക്. ഓക്കെ, അപ്പോൾ ഇവിടെ ഡെഫിനിഷൻ ക്ലിയർ ആയി. എഫ് ക്യാപ് ഫ്രം y to z ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞു. എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തത്? ഇന്ന് E of X ഉണ്ട്, E of X ക്ലോഷർ ആണ് y. E of Xലെ എലമെന്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വലിയ പ്രശ്നമില്ല. E of Xലെ എലമെന്റ് എഫ് ക്യാപ് ഓഫ് E of X എന്ന് പറയുന്നത് എഫ് ഓഫ് E of X തന്നെ കൊടുത്താൽ മതി. ഇനിയും അതിന് വെളിയിൽ E of X ഉണ്ട്, അതിന് വെളിയിൽ y എലമെന്റ്സ് ഉണ്ട്. അതിന് വരുന്ന എലമെന്റ് എന്ത് ചെയ്യണമെന്നായി പറഞ്ഞ് എഫ് ക്യാപ് ഓഫ് y is equal to limit n tends to infinity f of y. അപ്പോൾ ഓക്കെ ആയി, എഫ് ക്യാപ് ഡിഫൈൻഡ് ആയി. ഫൈനലി വി ഷോ ദാറ്റ് ദിസ് എഫ് ക്യാപ് ഈസ് ആൻ ഐസോമെട്രി. അപ്പോൾ വൈയും ഇസഡും തമ്മിലുള്ള ഐസോമെട്രി റിലേഷൻ സെയിം ആവും, കണ്ടെത്താൻ പറ്റും. അതിന് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള പോലെ രണ്ട് എലമെന്റ്സ് എടുക്കുക. y y dash belongs to y. What about d2 dash of f cap of y and d dash of y y dash? ഇവിടുത്തെ മെട്രിക് ശ്രദ്ധിച്ചു, വൈയിലെ മെട്രിക് d ഡാഷും ഇസഡിലെ മെട്രിക് d2 ഡാഷും ആണ്. ഇത് ഐസോമെട്രി ആണ് അല്ലെങ്കിൽ ഡിസ്റ്റൻസ് പ്രിസർവിംഗ് ആണെന്ന് തെളിയിക്കാൻ എഫ് ക്യാപ് ഓഫ് രണ്ട് എലമെന്റ്സ് എഫ് ക്യാപ് ഓഫ് y ആൻഡ് എഫ് ക്യാപ് ഓഫ് y ഡാഷ് തമ്മിലുള്ള ഡിസ്റ്റൻസ് അതെവിടെയാ ഇസഡിലാണ്. അപ്പോൾ d2 ഡാഷ് ഓഫ് എഫ് ക്യാപ് ഓഫ് y എഫ് ക്യാപ് ഓഫ് y ഡാഷ് is equal to കറസ്പോണ്ടിങ് y ഉം y ഡാഷും yയിലെയാണ്. അപ്പോൾ d ഡാഷ് ഓഫ് y y ഡാഷ്, ഇതാണ് നമ്മൾ തെളിയിക്കേണ്ടത്. ഇവിടെ രണ്ടായിട്ട് പോവാം. ഇഫ്
y dash belongs to e of x. e of x ലായിരുന്നെങ്കിൽ then നമ്മൾ definition അനുസരിച്ച് ഇവിടെ നമുക്ക് കൊടുക്കണം f cap of y dash. Then f cap of y എന്താണ്? e of x ലാണെങ്കിൽ f cap of y നമ്മൾ പറഞ്ഞല്ലോ ഇവിടെ f of y ആണ്. f cap of e of x is f of e of x. Now y is in e of x. e of x എന്ന് പറയുന്ന എലമെന്റ് y ആണ്. And f cap of y dash is f of y dash. ഇങ്ങനെയാണ് സിമ്പിൾ ആയിട്ട് കിട്ടും. ഇതിനകത്ത് ഈ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാം. ഇവിടെ എഫ് ആൻഡ് ഇ ആർ ഡിസ്റ്റൻസ് പ്രിസർവിങ് നമുക്കറിയാം, സ്മാൾ എഫ് ആൻഡ് ഇ. അതുകൊണ്ട് എഫ് മസ്റ്റ് ബി ഡിസ്റ്റൻസ് പ്രിസർവിങ്. അതുകൊണ്ട് എന്ത് സംഭവിക്കും? ഇവിടെ നോക്കിയാൽ d2 dash of f of let y is equal to e of x. കാരണം y dash belongs to e of capital X and image set ആണല്ലോ. അപ്പോൾ y is equal to e of x representation വരുത്താം. y dash is equal to e of x dash എന്ന് പറയാം. Then d2 dash of here f cap of y and f cap of y dash is, in this case y dash belongs to e of x. Then it is d2 dash of f of y dash എന്ന് പറയുന്നിടത്ത് f of e of x and f of e of x dash. Okay, that is equal to, by definition of f is from e of x to f of x നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ടല്ലോ. Defined by f of e of x is equal to f of x. Then it is d2 dash of f of x dash. And what about f? f from x to z. x to z വന്നിട്ടില്ല, f of x ഐസോമെട്രി ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. f from x to z ഐസോമെട്രിക് എംബഡിങ് ആണ്. അപ്പം f from x to f of x is an isometry. Therefore d2 dash of f of x dash is equal to corresponding x dash ഇവിടെ വരുമ്പോൾ that is equal to d of x dash. That is, since f from x to f of x is an isometry. നമ്മൾ പറഞ്ഞിരിക്കുന്ന f from x to z is an isometric embedding. And again നമുക്കറിയാം x ൽ നിന്ന് y ലേക്ക് മറ്റൊരു ഐസോമെട്രിക് എംബഡിങ് ഉണ്ട്, that is e. Here it is f ആയിരുന്നു, y ഐസോമെട്രിക് എംബഡിങ് എന്ന് പറയുമ്പോൾ e of x ലേക്ക്. അപ്പം കറസ്പോണ്ടിങ് ഇവിടെ വന്നിട്ട് x dash x ലെ ആകുമ്പോൾ e of x ഡാഷിലേക്ക് കണക്ട് ചെയ്യാം ഐസോമെട്രിക് എംബഡിങ്. ആൻഡ് d dash is the metric, therefore d dash of e of x dash. And what is e of x? E of x is y and the e of x dash is y dash. Therefore it is d dash of y dash. Now capital F is from f cap is from y to z, and for y dash in e of x, d2 dash of f cap of y, that is in z, f cap of y dash, that's equal to d dash of y dash. Therefore e of x എടുക്കുന്ന രണ്ട് എലമെന്റ്സിന് ഐസോമെട്രി അവിടെ ഡിസ്റ്റൻസ് പ്രിസർവ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതർവൈസ് ജനറലി നമുക്ക് വെളിയിലൊരു സാധനം നോക്കാം. y dash not belongs to e of x, that is y dash belongs to y difference e of x. വെളിയിലാണ്. ദെൻ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള പോലെ, സിൻസ് ഇവിടെ നമുക്ക് അറിയാവുന്നൊരു കാര്യമുണ്ട്, e of x closure is y. For this y and y dash there is a sequences from e of x which converges to y and y dash. Limit of sequence yn is equal to y and limit of sequence yn dash is equal to y dash. ഇങ്ങനെ വരുന്നതിന് നമ്മൾ f cap ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. f cap of y is then y dash f cap എന്ത് വരും? That is limit of sequence f of yn ഡിഫൈൻ ചെയ്ത് ശ്രദ്ധിക്കുക.
and f cap of y dash is then limit of f of yn dash. These are two Cauchy sequences in Z എന്ന് പറഞ്ഞാൽ converge ചെയ്യുന്നതിനനുസരിച്ച് ലിമിറ്റ് നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുള്ളതാണ് f cap of y and f cap of y dash. Then നമ്മുടെ ചോദ്യം, what about d2 dash of f cap of y dash? d dash of y dash. ഇവിടെ നമുക്ക് d dash of y dash ആലോചിക്കുമ്പോൾ that is d dash of y is ഇങ്ങനെ കണക്ട് ചെയ്യാം, limit yn and y dash is limit yn dash. That is actually limit d dash of yn by n dash. But d dash of limit yn dash is limit of d dash of yn by n dash. That is why for let proof നോക്കാം. Limit of xn എന്നും limit of yn എന്നുമാണ്. Then our sentence to infinity. Distance between xn and x tends to 0 and distance between yn and y tends to 0. Now distance between x and yn is a triangle inequality. Distance between x and x plus distance between x and y is d of xy is less than or equal to d of x and x plus d of xy, and d of x yn is less than or equal to d of xy plus d of yn. നമ്മൾ കണക്ട് ചെയ്താൽ d of x and yn is less than or equal to d of x and x plus d of xy plus d of yn. That will be number 1. And അതുപോലെ തിരിച്ച് d of xy നമുക്ക് വേണ്ടുന്ന d of xy ആണ്. അപ്പോൾ d of xy ആലോചിച്ചാൽ by triangle inequality it is less than or equal to d of xxn plus d of xn yn plus d of yn. It will be number 2. From 1, distance between x and yn minus d of xy. D of xy on left leg on here. Minus d of xy is less than or equal to d of x and x plus d of yn. Give me number 3. And from 2, ഇവിടെ നമുക്കൊരു അഡ്ജസ്റ്റ്മെന്റ്. അപ്പോൾ ഇവിടെ d of x d of y and y, d of x and x, d of y and y and d of x n അല്ലെങ്കിൽ d of x and x ഇത് ലെഫ്റ്റ് സൈഡിലേക്ക് പോരട്ടെ. for minus of d of x and x plus d of y and y is less than or equal to, then d of x and y റൈറ്റിലുണ്ട്, d of x റൈറ്റിലോട്ട് പോകുന്നു. അപ്പോൾ d of x and yn minus d of xy. It will be number 4. Then from 3 and 4, d of x and yn minus d of xy is here. D of x and yn minus d of xy is less than or equal to d of x and x plus d of yn. Greater than or equal to minus d of x and x plus d of y and y. There is x less than or equal to a and minus x less than or equal to a, means modulus x is less than or equal to a. Okay. And from 3 and 4, here modulus, we can write modulus d of x and yn minus d of xy. Here it is x. Okay. D of x and y minus d of xy. Minus 1 to multiply that is less than or equal to d of x and x plus d of y and y. D of x and x plus d of y and y. And we have
d of x and x and d of y and y tends to 0 as n tends to infinity. Therefore, this tends to 0. Therefore, d of x and y n tends to d of xy, that is limit of d of x and yn is equal to d of xy. What is d of xy? What is x? That is limit xn. And y is limit yn. Therefore, limit of d of x and yn is equal to d of limit xn, limit yn. Hence, d dash of y dash is equal to d dash of limit yn dash and limit taking outside limit of d dash of yn dash. Okay. അപ്പോൾ വീണ്ടും ഒന്നുകൂടെ ആലോചിച്ച് വരിക. d dash of, therefore d dash of y dash is equal to limit d dash of yn dash, and it is equal to limit, what is d dash of yn, നമുക്ക് കിട്ടിയിരിക്കുന്നതാണ് limit d of y, d dash of y dash is limit of d dash of yn dash. And what about d dash of yn dash? നമ്മൾ പറഞ്ഞാണ് f is an isometry, or f is distance preserving from e of x to f of x, e of x to f of x. Okay, അപ്പോൾ e of x ile metric d dash and it is d2 dash, and yn dash are in e of x. Okay, yn dash in e of x. Therefore, d dash of yn dash, f distance preserving ആയതുകൊണ്ട് d dash of yn dash is equal to d2 dash of f of yn dash. Is the limit. And വീണ്ടും നമ്മൾ ആ ലിമിറ്റിന്റെ ഈ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ലിമിറ്റ് അകത്തേക്ക്, and it is equal to d2 dash of limit f of yn limit f of yn dash, that is equal to d2 dash of limit of f of yn എന്താണ്? അത് f ക്യാപ്പിന്റെ ഡെഫിനിഷനിലേക്ക് നോക്കുക. It is f cap of y, and limit f of yn dash is f cap of yn dash. d dash of y dash is equal to, in this case, y dash e of x in വെളിയിൽ എടുത്തു, y difference e of x ലും d dash of y dash is equal to d2 dash of f cap of y, f cap of yn dash. Hence, f cap is an isometry. Hence, f cap is an isometry. Okay. Hence, the proof. The parts എന്തൊക്കെയായിരുന്നു? Is xd a metric space? അപ്പോൾ xd embed ചെയ്യാം ഒരു complete metric space ലേക്ക്. Then e from x to y is an isometric embedding ആണ്. x to e of x ആണ് isometry വരുന്നത്. e of x അകത്താണ് y d dash. അപ്പോൾ e of x closure y ആണ്. അതുപോലെ തന്നെ ആ ഒരു രീതിയിൽ ഒരു കംപ്ലീറ്റ് മെട്രിക് സ്പേസ് മറ്റൊരു എക്സ് ഡി കണക്ട് ചെയ്യുന്ന വരത്തില്ല. അപ്പോൾ d2 dash another complete metric space in this way, that is from x to z ഒരു isometric embedding ഉണ്ട്. f of x closure is equal to z എന്ന പ്രോപ്പർട്ടി കൂടി വന്നാൽ that z d2 dash is metric equivalent to y d dash. ഇത് x d എന്ന് പറയുന്ന മെട്രിക് സ്പേസിനെ കംപ്ലീഷൻ ആണ്. അപ്പോൾ y d dash അത് യുണീക്ക് ആണ്.